പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജൻസനാണ്. ഏവർക്കും ക്രെഡിറ്റ് മന്ത്രിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭവന വായ്പ സാങ്ഷൻ ആയതിനു ശേഷം ഒരു കസ്റ്റമറിന് എന്തെല്ലാം കാര്യങ്ങൾ ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം മാനേജരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തെല്ലാം ഡോക്യുമെന്റ് നമ്മൾ ഹോൾഡ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ബാങ്കിന് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. മിക്കപ്പോഴും ലോൺ എടുക്കുന്ന വ്യക്തി ഗൾഫിലോ അല്ലെ പ്രവാസിയോ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പവർ ഓഫ് അറ്റോർണി നാട്ടിൽ കൊടുത്ത് വൈഫിന്, അച്ഛന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്കൊക്കെ പവർ ഓഫ് അറ്റോർണി നാട്ടിൽ കൊടുക്കും. ഈ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആയിരിക്കും പലപ്പോഴും ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യാനെ കൊണ്ട് ബാങ്കിൽ ചെല്ലുന്നത്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളൊക്കെ ബാങ്കിൽ ചെന്ന് ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബാങ്കിന്റെ മാനേജരുമായിട്ട് സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്യത്തില്ല. അപ്പൊ മിനിമം നമ്മളുടെ ഈ വീഡിയോയിൽ പറയുന്ന ഒരു 7 പ്രോസസ് ഉണ്ട്. ആ 7 പ്രോസസ് എങ്കിലും ഒരു പേപ്പറിൽ പ്രിന്റ് എടുത്ത് അവർക്ക് കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പറയുന്ന ഡോക്യുമെന്റ് എങ്കിലും നിങ്ങൾ തിരിച്ച് മേടിച്ചുകൊണ്ട് വരികയും ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടാൽ തീർച്ചയായിട്ടും ആ ലോണിനെ കുറിച്ച് അവർക്കും ഒരു ബോധ്യമുണ്ടാകും. ലോൺ എടുക്കുന്ന നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. പലപ്പോഴും ലോൺ എടുക്കുമ്പോൾ പല എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നാളെ ഒരു ദിവസം ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ മറ്റേതെങ്കിലും ബാങ്കിലോട്ട് ലോൺ ടേക്ക് ഓവർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നാളെ ഒരു കൃത്യമായ ഒരു ബോധ്യം നമ്മൾക്കുണ്ടാവണം ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആത്മവിശ്വാസത്തോടെ തന്നെ പറയട്ടെ, കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലുകളിലും ഇതുപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ലഭ്യമാകില്ല. ഇത് ക്രെഡിറ്റ് മന്ത്രിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു കസ്റ്റമർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ള 7 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ EMI, പ്രീ EMI എന്താണെന്ന്, 2 പലിശ നിരക്ക്, 3 ഫീസ് ആൻഡ് ചാർജസ്, 4 ലോൺ എമൗണ്ട്, 5 ഇൻഷുറൻസ് എമൗണ്ടും അതിന്റെ പലിശയും, 6 ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, 7 പ്രീപേയ്മെന്റ് ക്ലോഷർ ചാർജസ്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പ്രീ EMI സ്റ്റേജ് എന്താണ്, EMI സ്റ്റേജ് എന്താണെന്നുള്ളതാണ്. ഒരു ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം തീർച്ചയായിട്ടും അതിന്റെ മാനേജരോട് ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് പ്രീ EMI സ്റ്റേജ് എന്താണ്, EMI സ്റ്റേജ് എന്താണ്, എന്ന് മുതലാണ് നമ്മൾ പലിശ അടച്ചു തുടങ്ങേണ്ടത്, അതല്ലെങ്കിൽ എന്ന് മുതലാണ് മുതലും പലിശയും കൂടെ ചേർത്ത് EMI അടച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഭവന വായ്പയുടെ ലോണുകളിൽ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കേസസിൽ ബാങ്ക് എപ്പോഴും ഗഡുക്കളായിട്ടായിരിക്കും പൈസ തരുന്നത്. 50 ലക്ഷം രൂപ സാങ്ഷൻ ആയ, വീട് പണിയാൻ സാങ്ഷൻ ആയ ഒരു കസ്റ്റമറിന് 8 മുതൽ 10 ഗഡുക്കളായിട്ടോ 12 ഗഡുക്കളായിട്ടോ നമ്മുടെ വീട് പണിയുടെ സ്റ്റേജ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ബാങ്ക് ലോൺ തരുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ലോൺ സാങ്ഷൻ ആയ തുകയുടെ പരമാവധി 30% വരെ ആദ്യം ബാങ്ക് ലോൺ തരും. അങ്ങനെ തന്നു കഴിയുമ്പോൾ, ഉദാഹരണം പറഞ്ഞ 50 ലക്ഷം രൂപ സാങ്ഷൻ ആയി, ആദ്യത്തെ ഗഡുവായിട്ട് നമുക്ക് 10 ലക്ഷം രൂപ തന്നു. ഇൻഷുറൻസ് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ അക്കൗണ്ടിലോട്ട് 8 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയി. ഇൻഷുറൻസ് കട്ട് ചെയ്ത തുകയുടെ ഉൾപ്പെടെ പലിശ നമ്മൾ ആദ്യത്തെ മാസം അടയ്ക്കേണ്ടി വരും. അപ്പൊ 10 ലക്ഷം രൂപയുടെ പലിശയാണ് നമ്മൾ ആദ്യത്തെ മാസം അടയ്ക്കേണ്ടത്. ആദ്യത്തെ മാസം അടയ്ക്കുക എന്ന് പറയുന്നത് ലോൺ സാങ്ഷൻ ആയി നമ്മുടെ അക്കൗണ്ടിൽ എന്നാണോ പൈസ ഡിസ്പേഴ്സ് ആയത് ആ ഡേറ്റ് ആയിരിക്കും പ്രീ EMIയുടെ ഡേറ്റ് ആയിട്ട് വരുന്നത്. അതല്ലെങ്കിൽ കൃത്യമായിട്ട് മാനേജരോട് ചോദിച്ച് മനസ്സിലാക്കണം ഏത് ദിവസമാണ് പ്രീ EMI അവർ കണക്കാക്കുന്നതും അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതും എന്നുള്ളത്. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് മൊറട്ടോറിയം പീരീഡ് എത്രയാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ 2 കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാം. ഒന്ന്, ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊറട്ടോറിയം പീരീഡ് ലോൺ സാങ്ഷൻ ആയി 6 മാസം വരെയോ 12 മാസം വരെയോ നിങ്ങൾക്ക് തരാൻ സാധിക്കും. NBFCകളെ സംബന്ധിച്ചിടത്തോളം ലോൺ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കേസുകളിൽ ലോൺ സാങ്ഷൻ ആയി ആദ്യത്തെ ഗഡു തന്ന് അവസാനത്തെ ഗഡുവും തന്നതിന് ശേഷം മാത്രമേ അവർ EMI സ്റ്റാർട്ട് ചെയ്യൂ. അതേസമയത്ത് ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. EMI സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മൊറട്ടോറിയം പീരീഡ് എപ്പോൾ കഴിയുന്നു അന്ന് മുതൽ EMI സ്റ്റാർട്ട് ചെയ്യും. ഈ മൊറട്ടോറിയം പീരീഡ് എന്ന് വരെ, അല്ലെങ്കിൽ ഗ്രേസ് പീരീഡ് എന്ന് പറയും, ഈ ഗ്രേസ് പീരീഡ് എന്ന് വരെയാണ്, മൊറട്ടോറിയം കാലാവധി എന്ന് വരെയാണെന്നുള്ളത് കൃത്യമായിട്ട് ബാങ്കിന്റെ മാനേജരോട് ചോദിച്ച് മനസ്സിലാക്കണം.
പ്രത്യേകിച്ച് EMIക്ക് മുമ്പായിട്ടുള്ള പ്രീ EMIയുടെ കാലഘട്ടം. പലരും വിചാരിക്കുന്നത് ലോൺ എടുക്കുന്നു, EMI തുടങ്ങുന്നത് മൊറട്ടോറിയം വരെയുള്ള സമയമുണ്ടല്ലോ, 6-7 മാസം, ചിലപ്പോൾ 12 മാസം വരെ നമ്മൾ ചോദിക്കും. ഈ 12 മാസം വരെ നമുക്ക് പൈസ ഒന്നും തിരിച്ചടയ്ക്കണ്ട എന്ന് പലരും വിചാരിക്കും. പക്ഷേ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സിബിലിനെ ബാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ ലോൺ ടേക്ക് ഓവർ ചെയ്യുവോ, നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ഭവന വായ്പയ്ക്ക് വീട് പണിയുന്നതിന് ആവശ്യമായി പിന്നീട് വന്നാൽ ബാങ്ക് തരാതെയാവും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ഉദാഹരണം കൂടെ ഈ ഒരു കേസിനകത്തിൽ പറയാൻ പോവാണ്. NBFCയുടെയും പ്രൈവറ്റ് ബാങ്ക്സിന്റെയും കാര്യത്തിൽ. എന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് ഭവന വായ്പ ഒരു NBFC നൽകി. അദ്ദേഹത്തിന് നൽകിയതിനു ശേഷം ആദ്യത്തെ ഗഡു മുതൽ അവസാനത്തെ ഗഡു വരെ മുഴുവൻ പൈസയും അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. എന്നാൽ ആദ്യത്തെ ഒരു വർഷം വരെയും കൃത്യമായിട്ട് EMI അടച്ചുപോയി. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പം ലോൺ ഡിസ്പേഴ്സ് ആയിരിക്കുന്നത്, അദ്ദേഹത്തിന് ലോൺ സാങ്ഷൻ ആയത് 22 ലക്ഷം രൂപയാണ്. 22 ലക്ഷം രൂപ സാങ്ഷൻ ആയതിനകത്ത് നിന്ന് ലോൺ ഡിസ്പേഴ്സ് ചെയ്തത് 21,99,000 രൂപ. അതായത് 1000 രൂപ കുറച്ചാണ് ആ NBFC ഡിസ്പേഴ്സ്മെന്റ് നടത്തിയത്. ഇത് കാരണം എന്ത് സംഭവിച്ചു? അതായത് ബാങ്കിന്റെ പോളിസി എന്ന് പറയുന്നത് EMI സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തുകയും ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ NBFCകളുടെയും പ്രൈവറ്റ് ബാങ്ക്സിന്റെ EMI സ്റ്റാർട്ട് ആവത്തുള്ളൂ. 1000 രൂപ ഡിസ്പേഴ്സ് ചെയ്യാതെ ലോൺ അക്കൗണ്ടിൽ കിടന്നത് കാരണം ഈ കസ്റ്റമർ ഒരു വർഷത്തോളം ഫ്രീ EMI, അതായത് മുതലും പലിശയുമല്ല, പലിശ മാത്രം ബാങ്കിന് നൽകിക്കൊണ്ടിരിക്കേണ്ടി വന്നു. പിന്നീട് അവസാനം അവരുമായിട്ട് ഒരു വഴക്കിന് പോകാൻ പുള്ളിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നീട് ആ 1000 രൂപയുടെ ഡിസ്പേഴ്സ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷമാണ് അവർ EMI തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അനുഭവത്തിലുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു NBFCയിൽ നിന്ന്, ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നൊക്കെയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ EMIയുടെ കാലഘട്ടം, പ്രീ EMIയുടെ കാലഘട്ടം എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഗവൺമെന്റ് ബാങ്കുകളാകുമ്പോൾ നിങ്ങൾക്ക് EMI സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അല്ലെ മൊറട്ടോറിയം കഴിയുന്ന ഡേറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പലിശ നിരക്കുകളെ കുറിച്ചാണ്. ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ആ കസ്റ്റമറിന് എത്ര ശതമാനം പലിശയ്ക്കാണ് ബാങ്ക് ലോൺ നൽകിയത് എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ്, ഗവൺമെന്റ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് ആയിരിക്കും. അതാണെങ്കിൽ നമ്മുടെ പലിശ നിരക്കിനകത്തിൽ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് എത്രയാണ്, ശേഷം എഴുതിയിരിക്കുന്ന സ്പ്രെഡ് എത്രയാണ്, റിപ്പോ ലിങ്ക്ഡ് റെന്റിംഗ് റേറ്റിന് മുകളിലുള്ള പലിശ നിരക്ക് എത്രയാണ്, അതായത് ഫൈനൽ പലിശ നിരക്ക് എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 6.5% ആയതുകൊണ്ട് അതിനു മുകളിലോട്ട് ബാങ്കിന്റെ പ്രവർത്തന ചെലവ്, അവരുടെ സെയിൽസ് കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ്, DSA കമ്മീഷൻസ്, ഇതൊക്കെ അവർ ഉൾപ്പെടുത്തിയതിനു ശേഷം നമ്മൾക്ക് നൽകുന്ന പലിശ നിരക്ക് എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫിക്സഡ് റേറ്റ് ആണോ ഫ്ലോട്ടിംഗ് റേറ്റ് ആണോ എന്നുള്ളത്. ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് റിപ്പോ ലിങ്ക്ഡ് റെന്റിംഗ് റേറ്റിൽ ഉണ്ടാകുന്ന, അല്ലെ റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന പലിശയിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് നമ്മുടെ ഭവന വായ്പയ്ക്കും അത് മാറ്റം ഉണ്ടാകും. ഫിക്സഡ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരത്തില്ല. ഫിക്സഡ് റേറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഫിക്സഡ് റേറ്റിൽ ലോൺ ആവശ്യപ്പെട്ടാൽ ഇപ്പൊ 8% പലിശക്കാണ് ബാങ്ക് ലോൺ തരുന്നതെങ്കിൽ ഫിക്സഡ് റേറ്റിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് 10-9.5% പലിശക്കായിരിക്കും തരുന്നത്. റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റം ഇതിനെ ബാധിക്കത്തില്ല, ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ബാങ്കുകൾ ഇപ്പൊ ഫിക്സഡ് റേറ്റിൽ പലിശ നിരക്ക് കൊടുക്കുന്നില്ല. അടുത്തത് ഡിമിനിഷിംഗ് റേറ്റ് ആണോ ഫ്ലാറ്റ് റേറ്റ് ആണോ? ഡിമിനിഷിംഗ് റേറ്റ് ആണോ ഫ്ലാറ്റ് റേറ്റ് ആണോ എന്ന് ചോദിക്കുന്നത് പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യം വെച്ചാൽ ബാലൻസ് നിൽക്കുന്ന മുതലിന്റെ പലിശ മാത്രമാണോ ഈ ബാങ്ക് ഈടാക്കുന്നത് എന്നുള്ളതാണ് ഡിമിനിഷിംഗ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലാറ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ആദ്യം തന്ന മുതലിനനുസരിച്ചിട്ടായിരിക്കും അവർ പലിശ ഈടാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഡിമിനിഷിംഗ് റേറ്റിലാണോ ഫ്ലാറ്റ് റേറ്റിലാണോ. അതുപോലെ അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലിശ പുനർക്രമീകരിക്കുന്നത് മാസമാണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ, ഇയർലി ആണോ. നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ബാങ്കുകളെല്ലാം ഡെയിലി ഡിമിനിഷിംഗ് റേറ്റ് അതോടൊപ്പം തന്നെ മന്ത്ലി പലിശ പുനർക്രമീകരണമാണ് നടത്തുന്നത്. എന്നാൽ പല NBFCകളും അതിലെ പ്രൈവറ്റ് ബാങ്ക്സ് മന്ത്ലി റീസെറ്റുകൾ തന്നെയാണ്. പ്രധാനപ്പെട്ട NBFCകളെല്ലാം മന്ത്ലി റീസെറ്റ് തന്നെയാണ്. പലിശ പുനർക്രമീകരിക്കുന്നത് പ്രതിമാസം തന്നെയാണ്. എന്നാൽ
പ്രധാനപ്പെട്ട അല്ലാത്തതായ പല NBFCകളും ക്വാർട്ടർലി ആണ് പലിശ പുനർക്രമീകരിക്കുന്നത്. അത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം ചെയ്യും പലിശ നിരക്കിൽ. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ രണ്ടാമതായിട്ട് പലിശ നിരക്കുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനകത്തിൽ എന്തെല്ലാം പലിശ നിരക്ക്, എത്രയാണ് പലിശ നിരക്ക്, ഫ്ലോട്ടിംഗ് റേറ്റ് ആണോ ഫിക്സഡ് റേറ്റ് ആണോ, പലിശ നിരക്ക് പുനഃക്രമീകരിക്കുന്നത് എത്ര സമയത്തിനുള്ളിലാണ്, ഈ കാര്യങ്ങൾ രണ്ടാമതായിട്ട് ഒരു കസ്റ്റമർ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായിട്ട് ബാങ്ക് മാനേജരോട് സംസാരിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് എന്തൊക്കെ ചാർജുകളും ഫീസുകളുമാണ് ബാങ്ക് ഈടാക്കിയിട്ടുള്ളതെന്ന്. ഒന്ന്, പ്രോസസ്സിംഗ് ഫീസ്. എത്ര ശതമാനമാണ് പ്രോസസ്സിംഗ് ഫീസ് നമ്മുടെ അടുത്ത് നിന്ന് അവർ എടുത്തിട്ടുള്ളതെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു പേപ്പറിൽ നമ്മൾ ഇതെല്ലാം എഴുതി വെക്കണം. 0.25% മുതൽ 1% വരെയാണ് സാധാരണഗതിയിൽ ബാങ്കുകൾ ഈടാക്കുന്നത്. അതിനകത്തിൽ തന്നെ നമുക്ക് ഓഫർ കിട്ടും. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഓഫർ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ 0 പ്രോസസ്സിംഗ് ഫീസ് ആയിരിക്കണം. ഈ സമയം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായി ലീഗൽ ഫീസ് സെപ്പറേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. വാല്യുവേഷൻ ഫീസ് സെപ്പറേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. ലീഗൽ പ്രോസസ്സിംഗ് ഫീസിന്റെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ലീഗൽ, ടെക്നിക്കൽ, അതുപോലെ വാല്യുവേഷൻ, പ്രോസസ്സിംഗ് ചാർജ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ, അവർ എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ EM ചാർജസ്, അതായത് എംഒഡിറ്റി ചാർജസ്. എംഒഡിറ്റി ചാർജസ് എന്ന് പറയുന്നത് നമുക്ക് ലോൺ സാങ്ഷൻ ആയ തുകയുടെ 0.01% തുകയുടെ മുദ്രപത്രം നമ്മൾ വാങ്ങിച്ച് ബാങ്കിൽ കൊടുക്കണം. അതല്ലെങ്കിൽ അവർ സ്റ്റാമ്പ് എടുത്ത് ഒട്ടിച്ചുകൊള്ളും. അത് നമ്മൾ ചോദിക്കണം, ഞങ്ങൾക്ക് എത്ര രൂപയുടെ സ്റ്റാമ്പാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് ബാങ്കിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ പ്രോസസ്സിംഗ് ഫീസ് 0.25% വരികയാണ്. അതോടൊപ്പം തന്നെ ലീഗൽ വാല്യുവേഷൻ ഫീസ്, പ്രോസസ്സിംഗ് ഫീസിൽ തന്നെയാണ് ഈ ലീഗൽ വാല്യുവേഷൻ ഫീസ് ഉൾപ്പെടുന്നോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്റ്റാമ്പ് ചാർജസ്, അഡീഷണൽ ആയിട്ട് മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാമ്പ് ചാർജസ്, ഡോക്യുമെന്റേഷൻ ഫീസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാങ്കിന്റെ മാനേജരോട് അന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അടുത്തതായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ലോൺ സാങ്ഷൻ ആയ തുക എത്രയാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാങ്ഷൻ ആയ തുകയും ഇൻഷുറൻസിന് സാങ്ഷൻ ആയ തുകയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു കസ്റ്റമർ 20 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ബാങ്ക് ആ കസ്റ്റമറിന് വേണ്ടി അഡീഷണൽ ആയിട്ട് നമ്മുടെ ലോൺ തുകയ്ക്ക് മുകളിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ 20 ലക്ഷം രൂപ ഭവന വായ്പ സാങ്ഷനായി, കസ്റ്റമറിന്റെ കയ്യിൽ പൈസ അടയ്ക്കാനില്ല, ബാങ്ക് നോക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ ഫീസായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ കസ്റ്റമറിന് ആ 1 ലക്ഷം രൂപ അവർ പേഴ്സണൽ ലോൺ ആയിട്ടാണ് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഭവന വായ്പയുടെ തുക എത്രയാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇൻഷുറൻസിന് സാങ്ഷൻ ആയ തുക എത്രയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് രണ്ടിനും രണ്ട് പലിശ നിരക്കാണ് വരുന്നത്. പലപ്പോഴും പല കസ്റ്റമേഴ്സിനും ഇത് അറിയാതെ പോകുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ലോൺ സാങ്ഷൻ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇൻഷുറൻസിന് സാങ്ഷൻ ആയ തുകയുടെ പലിശ നിരക്ക് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി പിന്നീട് ലോൺ അടച്ചു തീർക്കാനെ കൊണ്ടല്ല ഒരുമിച്ച് പൈസ കിട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഷുറൻസിന്റെ തുക ആദ്യം അടച്ച് ക്ലോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നെന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം, പ്രത്യേകിച്ച് ഭവന വായ്പ, വീട് പണിയാന്, വീട് വാങ്ങിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന ദിവസമാണ്. അന്ന് തന്നെയാണ് നമ്മൾ നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം ബാങ്കിൽ ഹാജരാക്കുന്നത്. അന്ന് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ 3 മുതൽ 5 ചെക്ക് വരെയും നമ്മളുടെ കയ്യിൽ നിന്ന് ബാങ്കുകൾ നമ്മളോട് ഗ്യാരണ്ടി ചെക്കായിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കായിട്ട് അവർ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പം എത്ര ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തെന്നും ആ ചെക്കിന്റെ സീരീസ് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ പറയുന്നത്. പ്രധാനപ്പെട്ടതായിട്ട് ലീഗൽ റിപ്പോർട്ട്, നമ്മളുടെ കാശ് കൊടുത്തോ അല്ലാതെയോ ലീഗൽ റിപ്പോർട്ട് എടുക്കുന്നതെങ്കിൽ, ഇത് ഗവൺമെന്റിന്റെ ബാങ്കിന്റെ കാര്യമാണ് പറയുന്നത്, NBFCയുടെ പ്രൈവറ്റ് ബാങ്ക്സിന്റെ കാര്യമല്ല. ലീഗൽ റിപ്പോർട്ട് എടുക്കുന്ന ആ ലീഗൽ റിപ്പോർട്ടിന്റെ ഒരു സെറ്റ് കോപ്പി വാങ്ങി നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ വയ്ക്കുക. അതുപോലെ തന്നെ വാല്യുവേഷൻ റിപ്പോർട്ടിന്റെ ഒരു സെറ്റ് കോപ്പി നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെക്കുക. ഓഫർ ലെറ്ററിന്റെ കോപ്പി, നമുക്ക് സാങ്ഷൻ ആയ ലോണിന്റെ സാങ്ഷൻ ലെറ്ററിന്റെ കോപ്പി അഥവാ ഓഫർ ലെറ്ററിന്റെ കോപ്പി തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം.
ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സ്, നമുക്ക് സാങ്ഷൻ ആകുന്ന ഇൻഷുറൻസ് തുകയുടെ ഡീറ്റെയിൽസും ഇൻഷുറൻസിന്റെ നിബന്ധന അടങ്ങുന്ന ബുക്കുകളും നമ്മൾ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യണം. ഇൻഷുറൻസിന്റെ പേപ്പർ അന്ന് ലോൺ സാങ്ഷൻ ആയി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം നമുക്ക് നൽകില്ല, പിന്നീട് നമ്മുടെ വീട്ടിലാണ് വരാറുള്ളത് പതിവുള്ളത്. അപ്പൊ അതുകൊണ്ട് 1-2 മാസം വരെ പരമാവധി വെയിറ്റ് ചെയ്യുക. അതിനും പിന്നീടും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിന്റെ മാനേജറുമായിട്ട് സംസാരിച്ച് ഇൻഷുറൻസിന്റെ പേപ്പർ കൃത്യമായിട്ട് വാങ്ങിച്ചു വെക്കാൻ ആരും മറന്നു പോകരുത്. അതുപോലെ ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന്റെ കോപ്പി പല ബാങ്കുകളും നൽകും, എന്നാൽ ചില ബാങ്കുകൾ നൽകത്തില്ല. ആ ബാങ്കിന്റെ പോളിസി എന്താണെന്ന് മാനേജരോട് ചോദിക്കണം. ആ എഗ്രിമെന്റിന്റെ കോപ്പി നമുക്ക് തരാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കി അത് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് അത് ഒരു സെറ്റ് കോപ്പി എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് കൊടുത്തോ ആ ഡോക്യുമെന്റിന്റെ എല്ലാം ഒരു സെറ്റ് കോപ്പി ബാങ്കിന്റെ സീലോട് കൂടിയത് വാങ്ങിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. NBFCകള്, പ്രൈവറ്റ് ബാങ്ക്സുകള് പിന്നീട് അവർ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ തരും. എഗ്രിമെന്റ് സൈൻ ചെയ്യാവുന്ന ദിവസം ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് NBFCകള്, പ്രൈവറ്റ് ബാങ്ക്സ് ഒന്നും ലിസ്റ്റ് ഓഫ് ലീഗൽ ഡോക്യുമെന്റ്സ്, വാല്യുവേഷൻ ഡോക്യുമെന്റ്സ് ഒന്നും കസ്റ്റമറിന് കൊടുക്കാറില്ല. പക്ഷെ ഗവൺമെന്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക് ഒക്കെ ഈ ഡോക്യുമെന്റുകളെല്ലാം കസ്റ്റമറിന് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ലോണിന്റെ മുഴുവൻ ഡോക്യുമെന്റിന്റെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് നമ്മൾക്ക് തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം എന്തെങ്കിലും ഇഷ്യൂസോ അതുമായി ബന്ധപ്പെട്ട് ലോണുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ബാങ്കിലോട്ട് ലോൺ ടേക്ക് ഓവർ ചെയ്യാനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എപ്പോഴും ഉപകാരപ്രദമാണ്. ഏഴാമതായി പ്രീപേയ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് പേയ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് ബാങ്കിന്റെ മാനേജറോട് സംസാരിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രീപേയ്മെന്റ് ചാർജസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കണം. ഗവൺമെന്റ് ബാങ്ക്സുകൾക്ക് ഹൗസിംഗ് ലോണിന് പ്രീപേയ്മെന്റ് ചാർജസ്, പ്രീ ക്ലോഷർ ചാർജസ് ഒന്നുമില്ല. അതേസമയത്ത് പേഴ്സണൽ ലോണ്, ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി, ബിസിനസ് ലോൺസ്, അങ്ങനെയുള്ള ലോണുകൾ, കാർ ലോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രീപേയ്മെന്റ് ചാർജസ്, പ്രീ ക്ലോഷർ ചാർജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. നോർമലി ഹൗസിംഗ് ലോണിൽ പ്രീപേയ്മെന്റ് ചാർജസ്, അതുപോലെ തന്നെ പ്രീ ക്ലോഷർ ചാർജസ്, പീനൽ ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണഗതിയിൽ 2% വരെ ബാങ്കുകൾ ഈടാക്കാറുണ്ട്. പ്രീപേയ്മെന്റ് ചാർജസ്, പ്രീ ക്ലോഷർ ചാർജസ് ഒന്നും ഗവൺമെന്റ് ബാങ്ക്സുകൾക്കില്ല. എന്നാൽ NBFCകൾക്ക്, പ്രൈവറ്റ് ബാങ്ക്സിനൊക്കെ പ്രീ ക്ലോഷർ ചാർജസ്, പ്രീപേയ്മെന്റ് ചാർജസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവരോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. എഗ്രിമെന്റിനകത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കാണിച്ചു തരാൻ മാനേജർമാരോട് പറയണം. അപ്പം ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം ഈ 7 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു കസ്റ്റമർ മനസ്സിലാക്കി വെക്കണം. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, മസ്റ്റ് കളക്ട് ആൻഡ് മസ്റ്റ് റിമെമ്പർ. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, റീപേയ്മെന്റ് ഷെഡ്യൂള് ആ ബാങ്കിന്റെ മാനേജറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിരിക്കണം. ആ റീപേയ്മെന്റ് ഷെഡ്യൂൾ നോക്കിയിട്ടാണ് EMI എന്ന് തൊട്ടാണ് തുടങ്ങുന്നത്, പ്രീ EMIയുടെ ഡീറ്റെയിൽസ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം റീപേയ്മെന്റ് ഷെഡ്യൂളിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിരിക്കും. അത് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ, നമുക്ക് ലോൺ സാങ്ഷൻ ആയ സാങ്ഷൻ ലെറ്ററിന്റെ ഒരു കോപ്പി നമ്മൾ വാങ്ങിച്ചിരിക്കണം. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ ലീഗൽ റിപ്പോർട്ട്, നമ്മൾ ഗവൺമെന്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെങ്കിൽ ലീഗൽ റിപ്പോർട്ടിന്റെ കോപ്പിയും അതുപോലെ തന്നെ കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒരു സെറ്റ് കോപ്പി ബാങ്കിന്റെ മാനേജറുടെ സീലോട് കൂടി, അന്ന് തന്നെ സീൽ ചെയ്ത് തരണമെന്നില്ല, പിന്നീട് നമ്മൾ ആവശ്യപ്പെട്ടാൽ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് കോപ്പി ആയിട്ട് അവർ സീൽ വെച്ച് തരുന്നതാണ്. അടുത്തത് വാല്യുവേഷൻ റിപ്പോർട്ട്. വാല്യുവേഷൻ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഷെഡ്യൂൾഡ് ബാങ്ക്, ഗവൺമെന്റ് ബാങ്ക്സ് തരും. ഈ പറയുന്ന പ്രൈവറ്റ് ബാങ്ക്സും NBFCകളും ഈ ലീഗൽ റിപ്പോർട്ട്, വാല്യുവേഷൻ റിപ്പോർട്ട് ഒന്നും നമുക്ക് തരത്തില്ല. പക്ഷെ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് റീപേയ്മെന്റ് ഷെഡ്യൂളും ഓഫർ ലെറ്ററും നമുക്ക് തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സ്, ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന അന്ന് തന്നെ ഇൻഷുറൻസിന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്യാറുണ്ട്. എന്നാൽ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് നമുക്ക് പിന്നീട് വീട്ടിലാണ് വരുന്നത്. 1-2 മാസത്തിനുള്ളിൽ തന്നെ എഗ്രിമെന്റ് ഡോക്യുമെന്റുകൾ നമ്മുടെ വീട്ടിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാനേജർമാരെ കണ്ട് ആ എഗ്രിമെന്റിന്റെ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് ആ ഡോക്യുമെന്റ് വാങ്ങിച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പിന്നീട് ലോൺ ക്ലോസ് ചെയ്യുവോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നമ്മൾ 20 വർഷത്തേക്ക് എടുത്തിട്ട് ഒരു 3 വർഷം കൊണ്ട് നമ്മൾ ഇൻഷുറൻസ് തുക ക്ലോസ് ചെയ്താൽ ബാക്കി തുക നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. നമ്മളുടെ ഈ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് വാങ്ങിച്ചു വെക്കുക. അതുപോലെ എഗ്രിമെന്റിന്റെ കോപ്പീസ്, പല ബാങ്കുകളും എഗ്രിമെന്റിന്റെ കോപ്പീസ് കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല. അത് അവരോട് ചോദിക്കണം, എഗ്രിമെന്റിന്റെ കോപ്പി അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ എഗ്രിമെന്റ് കോപ്പി വാങ്ങിക്കുക. അതുപോലെ തന്നെ എല്ലാവരും വളരെ നിസ്സാരമായ കാര്യമെന്ന് തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് ബ്രാഞ്ചിന്റെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ബ്രാഞ്ചിന്റെ സീനിയർ മാനേജർമാരുടെ ഫോൺ നമ്പർ, ഇതെല്ലാം വാങ്ങിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
നമ്മൾക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിൽ മിക്ക ബാങ്കുകൾക്കും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് പ്രീ EMI, EMI ഒക്കെ അടയ്ക്കാൻ സാധിക്കും. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന അന്ന് തന്നെ മാനേജറുടെ മുമ്പിൽ വെച്ച് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വഴി എങ്ങനെയാണ് കൃത്യമായിട്ട് പൈസ അടയ്ക്കാൻ പറ്റുന്നത് ചോദിച്ച് മനസ്സിലാക്കി അതും ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നെവർ സൈൻ എ ബ്ലാങ്ക് പേപ്പർ, ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ. പ്രത്യേകിച്ച് NBFCകളുടെ കാര്യത്തിലാണ് ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഗവൺമെന്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഒക്കെ ഒരിക്കൽ പോലും എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അത് പ്രിന്റ് ചെയ്യാതെ ചെയ്യിക്കാറില്ല. എന്നാൽ പല NBFCകളും അവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന്റെ എളുപ്പ വഴിക്കായിട്ട് മുദ്രപത്രം ഇങ്ങ് ഒപ്പിട്ടതാ, ഞങ്ങൾ പിന്നീട് എഴുതി ചേർത്തോളാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കണ്ടുവരാറുണ്ട്. എന്നാൽ അത് ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ തിരക്കാണ്, ഞങ്ങൾ എഴുതി ചേർത്തോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരക്ക് മാറി എഴുതി ചേർത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഒപ്പിട്ട് തരൂ എന്ന് എല്ലാ കസ്റ്റമറും പറയണം. പക്ഷെ പല കസ്റ്റമേഴ്സും ഇത് പറയാറില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ മിക്കവാറും ആരും നമ്മളെ കളിപ്പിക്കാനൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എഗ്രിമെന്റിൽ അവർ എഴുതി ചേർക്കുന്നതെന്ന് മിനിമം കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് NBFCകളിൽ നിന്ന്, പ്രൈവറ്റ് ബാങ്ക്സിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന പല കസ്റ്റമേഴ്സും നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ഈ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നത്തെ സബ്ജക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരു ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതി, ആദ്യത്തെ 7 കാര്യങ്ങളും നിങ്ങൾ പേപ്പറിൽ എഴുതി മാനേജറുടെ അടുത്ത് നിന്ന് സംസാരിച്ച് നിങ്ങൾ എടുക്കുന്ന ലോണിന്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ കളിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉറച്ച പ്രതീക്ഷയിൽ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.